ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും SS കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കരാട്ടയിലെ തന്നെ ഒരു കിക്കായിട്ടുള്ള യോക്കോഗരി എന്നതിനെ കുറിച്ചിട്ടാണ്. യോക്കോഗരി എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഏതൊരു വ്യക്തിക്കും വളരെ ഈസിയായി എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഗ്രൗണ്ടിൽ തറയിൽ ഇതേപോലെ നിവർന്നിരിക്കാനായിട്ട് നോക്കുക. നടുവ് നിവർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വളഞ്ഞു പോകരുത്. നടുവ് നിവർത്തി നമ്മൾ സ്റ്റേണായിട്ട് അവിടെ ഇരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാല് പൊക്കിയെടുത്തിട്ട് തറയിൽ ടച്ച് ചെയ്യാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകണം. അതായത് യോക്കോഗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെ ഈ ബ്ലേഡ് ഭാഗം കൊണ്ട്, കാലിൻ്റെ സൈഡ് ഭാഗം കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കിക്കാണ് യോക്കോഗരി. കരാട്ടയിൽ ഓരോ കിക്കും വ്യത്യസ്ത ഭാഗങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ മായഗരി നമ്മുടെ ഫ്രണ്ട് കിക്കാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ടോ ഉപയോഗിച്ച് ചെയ്യും. നമ്മൾ ഉഷിരോഗരി ആണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഹീൽ ഉപയോഗിച്ച് ചെയ്യും. മാവാഷിഗിരി ആണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. കാൽ പത്തി കൊണ്ടും ചെയ്യാം, ഈ ടോ കൊണ്ടും ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ കിക്കും ഓരോ ഏരിയ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ യോക്കോഗരി കാലിൻ്റെ സൈഡ് ഭാഗം കൊണ്ട്. അപ്പം കാൽ ഇവിടുന്ന് നേരെ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈഡിലേക്ക് നേരെ നിവർത്തി പിടിക്കാനായിട്ട് നോക്കുക. ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ കാലിൻ്റെ ബ്ലേഡ് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. ആദ്യ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നിവർന്ന് കിട്ടണമെന്നില്ല, പക്ഷേ എങ്കിലും നമ്മൾ ട്രൈ ചെയ്യുക. ഒരു 5-10 പ്രാവശ്യം നമ്മൾ ഡെയിലി ചെയ്യാനായിട്ട് നോക്കുക. സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ കൈ ഹിപ്പിൽ വരുത്താം. ഇങ്ങോട്ട് ഉദ്ദേശിക്കുന്ന ഈ കൈ ഈ ഭാഗത്തായിട്ട് പിടിക്കുക. ഓക്കെ, എന്നിട്ട് നേരെ ലിഫ്റ്റ് ചെയ്തെടുക്കുക, വലിച്ചെടുക്കുക, പുൾ ബാക്ക് ചെയ്തെടുക്കുക, നേരെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അപ്പം ഓരോന്നും അങ്ങനെ ചെയ്യും. നമുക്ക് രണ്ട് കാലിനും ഒരേപോലെ കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു കാലിന് മാത്രം ചെയ്താൽ പോരാ, രണ്ട് കാലിനും ഒരേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാല് യോക്കോഗരി പോലെ ഹോൾഡ് ചെയ്ത് എവിടെയെങ്കിലും വെക്കുക എന്നുള്ളതാണ്. ഇതേപോലെ എവിടെയെങ്കിലും നമുക്ക് കസേരയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പൊക്കമുള്ള എന്തെങ്കിലും സംഭവത്തിൽ നമ്മുടെ ഈ കാല് കയറ്റി വെച്ചിട്ട് നമ്മൾ യോക്കോഗരി ചെയ്യുന്നത് പോലെ തന്നെ ഫോക്കസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. ആ കാലിൻ്റെ ബ്ലേഡ് ഭാഗം അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരണം. നമ്മൾ യോക്കോഗരി ചെയ്തപ്പോഴത്തേക്ക് കൈ ഇവിടെ വന്നു, ഒരു കൈ ഹിപ്പിൽ പിടിച്ചതുപോലെ തന്നെ നടുവ് നിവർത്തി, നടുവ് വളഞ്ഞു പോകാൻ പാടില്ല. നടുവ് നിവർത്തിയിട്ട് നമ്മൾ നമ്മുടെ ഹിപ്പ് അങ്ങോട്ട് ത്രസ്റ്റ് ചെയ്ത് പിടിച്ച് യോക്കോഗരി കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. അങ്ങനെ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കുക. രണ്ട് കാലും അതേപോലെ തന്നെ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ഒരു കാലം മാത്രം വെച്ചാൽ പോലെ രണ്ട് കാലും അതേപോലെ മാറി കുറച്ച് സമയം നിൽക്കുക. അതിനുശേഷം വീണ്ടും കാലെടുക്കുക. വീണ്ടും ഇതേപോലെ തന്നെ കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് വയ്ക്കാനായിട്ട് നോക്കുക. ഓക്കെ, സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇത് യോക്കോഗരി കിട്ടാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കിക്ക് എങ്ങും സഹായമൊന്നുമില്ലാതെ വേണമെങ്കിൽ നമുക്ക് പലയിടത്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ നേരെ ചരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് നേരെ കാല് ലിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാല് ലിഫ്റ്റ് ചെയ്തിട്ട് സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കണം. സൈഡിലേക്ക് നമ്മൾ കിക്ക് ചെയ്യാനായിട്ട് നോക്കണം. കിക്ക് ചെയ്യുമ്പോൾ വരേണ്ടത് നമ്മുടെ ബ്ലേഡ് ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് വരാനായിട്ട് നോക്കണം. സൈഡിലേക്ക് വരിക. 1, എന്നിട്ട് നേരെ പുൾ ബാക്ക് ചെയ്യുക, കാല് താഴെ വയ്ക്കുക. അങ്ങനെ ഒരു 5-10 പ്രാവശ്യം അങ്ങനെ ആവർത്തിക്കുക. നേരെ കാല് ലിഫ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് നേരെ കാല് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് പുൾ ബാക്ക് ചെയ്യുക, തിരിച്ച് താഴെ വയ്ക്കുക. രണ്ട് കാലിനും ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഇതേപോലെ ഒരു ബെൽറ്റ് എടുക്കുക. അതായത് കരാട്ടയിൽ തന്നെ ഉള്ളതാണ്, ഞങ്ങളുടെ ബെൽറ്റാണ്. ഈ ബെൽറ്റ് ഇതേപോലെ എടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ചരിഞ്ഞ് നിൽക്കാനായിട്ട് നോക്കുക. ചരിഞ്ഞ് നിന്നിട്ട് നമ്മുടെ കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാല് ലിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതിങ്ങനെ കാലയിൽ വട്ട ഇട്ടുകൊണ്ട് രണ്ട് കൈയും കൊണ്ടാ ഒരു കൈ കൊണ്ടാ പിടിച്ചിട്ട് നമ്മൾ സൈഡിലേക്ക് നമ്മൾ യോക്കോഗരി ചെയ്യണത് പോലെ തന്നെ നമ്മൾ ആ കസേരയിൽ വെച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചതുപോലെ തന്നെ ഇതിങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. എന്നിട്ട് നേരെ പുൾ ബാക്ക് ചെയ്ത് താഴെ വയ്ക്കുക. അതായത് ഒന്നുമില്ല, ഇതേപോലെ ഒന്ന് കാലിൽ വട്ടയിട്ട് പിടിക്കുക. അതായത് ഈ ഹീലിൻ്റെ ഭാഗത്തേക്ക് വരണം. എന്നിട്ട് കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് അവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അതായത് നമ്മൾ താഴെ ഒരു കാല് പൊക്കിയാൽ താഴെ പോകുന്നൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അതിനുശേഷം കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് സൈഡിലേക്ക് നേരെ കൊണ്ടുവരിക. കുറച്ച് സമയം അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. എന്നിട്ട് നേരെ പുൾ ബാക്ക് ചെയ്ത് കാല് താഴെ വയ്ക്കുക. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റേജ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ഫോർവേഡ് സ്റ്റാൻസിൽ നിൽക്കുക. അതായത് നമ്മളിപ്പോൾ ലിഫ്റ്റ് ചെയ്തതുപോലെ തന്നെ കാല് ലിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് താഴത്തെ കാല് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചരിഞ്ഞ് വന്നതുപോലെ തന്നെ കാല് ചരിച്ച്
ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. ആ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ ബ്ലേഡ് ഭാഗം ത്രസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. എടുത്തിട്ട് നേരെ ബാക്കിലേക്ക് കൊണ്ടുവരിക. നേരെ ലിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ടായിട്ട് പഠിക്കുക നിങ്ങൾ. ഫസ്റ്റ് കൗണ്ടിന് കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഓർത്തോണം, നമ്മുടെ കാലിൻ്റെ മുട്ടിന് പൊക്കത്തൂടെ പൊക്കിയെടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഈ താഴത്തെ കാല് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് കിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാല് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അന്നേരം നമ്മുടെ കാലിൻ്റെ ബ്ലേഡ് ഭാഗം ത്രസ്റ്റ് ചെയ്യുക. നേരെ കൊണ്ടുവരിക. എന്നിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് ഒരു 2, 3, 4, 5 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് ഒരു 10 വട്ടം ഓരോ ദിവസവും കിക്ക് 2 കാലും ഉപയോഗിച്ച് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഒരു കാലിൽ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ, സമയക്കുറവ് കൊണ്ടാണ്. കാര്യം നമ്മൾ കൂടുതൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് ഒരു കാലിൽ മാത്രം നോക്കിയാണ്. നേരെ ലിഫ്റ്റ് ചെയ്യുന്നു. 1. ഓക്കെ, നമുക്ക് മാക്സിമം മേളിലേക്കോ താഴേക്കോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാലിങ്ങനെ തുഴഞ്ഞു പോണ ഒരു സെറ്റപ്പിലേക്ക് വരരുത്. ഇങ്ങനെ എടുത്തിട്ട് നേരെ പൊക്കി കൊണ്ടുവരുന്ന രീതിയിലേക്കല്ല, എങ്ങോട്ട് നമ്മൾ എയിം ചെയ്യണം ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ യോക്കോഗരി എത്തിക്കാനായിട്ട് നോക്കണം. അതിന് നമ്മൾ ആവർത്തിച്ചുള്ള പരിശീലനമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ യോക്കോഗരിയുടെ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ.